ജംഗിസ് ഖാൻ മഹത്തായ റോമൻ സാമ്രാജ്യത്തിന്റെ ഇരട്ടി വലുപ്പം ഉണ്ടായിരുന്നു. ജംഗിസ് ഖാന്റെ മംഗോൾ സാമ്രാജ്യത്തിന് 1227 വർഷത്തിൽ ഭൂമിയുടെ വളരെ നല്ലൊരു ഭാഗവും ആക്ച്വലി ജംഗിസ് ഖാൻ മംഗോൾ സാമ്രാജ്യത്തിന്റെ ഭാഗമായി കീഴടക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ശവക്കളറ വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കണമെന്നത് ഇതിന് വളരെ വലിയൊരു വാശി, വളരെ വലിയൊരു നിർബന്ധം തന്നെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ അനുയായികളോട് ഇദ്ദേഹം ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്നു. എന്നാണെങ്കിലും ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം 30,000-ഓളം വരുന്ന പട്ടാളക്കാരാണ് ഭൂമിക്കടലായിട്ട് വളരെ രഹസ്യമായിട്ടുള്ള രൂപത്തിൽ ഇദ്ദേഹത്തിന്റെ ശവക്കലറ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ആരും തന്നെ കണ്ടെത്താൻ പാടില്ല എന്ന നിർമ്മത്തോടു കൂടി ഈ 30,000 പട്ടാളക്കാരെയും പിന്നീട് കൊല്ലുന്നുണ്ട്, വധിക്കുന്നുണ്ട്. ഓൾസോ ഈ ഒരു ഭാഗത്തായിട്ട് ആയിരക്കണക്കിന് വരുന്ന കുതിരപ്പടയാളികളായിരുന്നു സ്ഥിരമായിട്ട് റാഞ്ചാറൻ ആ ഒരു ഭാഗത്ത് തന്നെ ചുറ്റാറുണ്ടായിരുന്നത്. ഓൾസോ ആ ഒരു ഭാഗത്ത് വരുന്ന വീടുകളും ആ ഒരു ഭാഗത്ത് വരുന്ന മനുഷ്യന്മാരെ എല്ലാം തന്നെ അവർ കൊല്ലും. അതായത് ഒരിക്കലും ഒരു കാരണവശാലും ആരും തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ജംഗിസ് ഖാന്റെ ശവക്കലറ കണ്ടെത്താൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധം, ആ ഒരു കാരണം കൊണ്ടായിരുന്നു ഇത്തരത്തിൽ വധിക്കാറുണ്ട്, ഇത്തരത്തിലൊക്കെ ചെയ്യാറുണ്ടായിരുന്നത്. എന്തിനു പറയണം, അക്കാലത്ത് ഒരു നദിന്റെ ദിശ പോലെ ഇവർ മാറ്റുന്നുണ്ട് ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട്. എന്നാണെങ്കിലും ഗവേഷകർക്ക് നിലവിൽ ജംഗിസ് ഖാന്റെ ശവക്കലറ എവിടെയാണെന്ന് കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് റഷ്യയിലൂടെയും മംഗോളിലൂടെയും ഒഴുകുന്ന ഒണോൺ എന്നൊരു റിവർ ഉണ്ട്. ആ ഒരു നദിയുടെ തീരത്തായിട്ടാണ് ഗവേഷകർക്ക് ജംഗിസ് ഖാന്റെ ശവക്കലറ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്നാൽ ആക്ച്വലി ആ ഒരു ശവക്കലറ കുത്തിപ്പൊളിച്ചിട്ട് അതിൻ്റെ അകത്ത് എന്താണ് എന്ന് പര്യവേഷണം ചെയ്യാനായിട്ട് ഇന്നേവരെ ആരും തന്നെ മുന്നോട്ട് വന്നിട്ടുള്ള ധൈര്യപ്പെട്ടിട്ടില്ല. ആക്ച്വലി അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം, അതുപോലെ ഗവൺമെന്റിന്റെ ഹൈ ആയിട്ടുള്ള റെസ്ട്രിക്ഷനും അത്തരത്തിലുള്ള ചില നിയമങ്ങളും റൂൾസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആക്ച്വലി ഇതിന് തടസ്സമായി നിൽക്കുന്നത് എന്നാണ് അതിനെക്കുറിച്ച് വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.